Dear students, ഇന്നത്തെ സബ്ജക്ട് ഫിസിക്സ് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെൽ, ഈ ഷെല്ലിൽ പുറത്തായിട്ട് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, പി. പോയിന്റിലൂടെ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ, പിന്നെ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ. ഒ തൊട്ട് പി വരെയുള്ള ലെങ്ത് സ്മോൾ ലെറ്റർ ആർ. സ്ഫിയറിന്റെ യൂണിഫോംലി ആണ് സ്ഫിയറിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 0. ആംഗിൾ 0 ആയിരിക്കും. കാരണം എല്ലാം ഏരിയ വെക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും പോകുന്നുണ്ട്. അപ്പോൾ ഏരിയ വെക്ടറും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. കൺസിഡർ എ പോസിറ്റീവ്ലി ചാർജ് Q ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ആൻഡ് സെന്റർ O. ഒരു യൂണിഫോംലി ചാർജ് ചെയ്തിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലാണിത്. അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R, O ആണ് അതിൻ്റെ സെന്റർ. കൺസിഡർ എ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദ സെന്റർ ഓഫ് ദി സ്ഫെറിക്കൽ ഷെൽ. പുറത്ത് ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്ത് ഒരു P എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക? ആ പിയിലൂടെ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ. സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ലെങ്ത് R. പോയിന്റ് P ലൈസ് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. കൺസിഡർ എ ഗോസിയൻ സ്ഫെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് R ആൻഡ് സെൻറ്റർ O അറൌണ്ട് ദ ഷെൽ പാസിംഗ് ത്രൂ ദ പോയിന്റ് P. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് ഈസ്. ഈ കേസിൽ ഗോസിയൻ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds. ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞേ? ഏരിയ വെക്ടറും അതുപോലെ തന്നെ ഈ കേസിൽ ഇതിന്റെ പ്രത്യേകത എന്താ? എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിള് 0 ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds എന്ന് പറയുന്നത് EdS കോസ് തീറ്റ എന്നാണ്. അപ്പോൾ EdS കോസ് 0 എന്താ? 1. അപ്പോൾ EdS എന്നായി. അങ്ങനെയാണ് ഇത് EdS ആയി മാറിയത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ EdS. E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആയിരിക്കും. അതിന് ഔട്ട് സൈഡ് എടുത്തു. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് dsനെ മാത്രമാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ds. ഇതൊരു സ്ഫിയർ ആയതുകൊണ്ട് സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താ? 4πr². അപ്പോൾ E ഇൻറ്റു 4πr², ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds എന്ന് പറയുന്നത് E ഇൻറ്റു 4πr² എന്ന് നമുക്ക് കിട്ടി. ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds എന്ന് പറയുന്നത് E ഇൻറ്റു 4πr², ഇക്വേഷൻ നമ്പർ 1. ഇതൊരു സ്ഫിയർ ആണ്. അങ്ങനെയാണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആവില്ലേ? അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് Q/4πr². Q/4πr². ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫൈ എടുത്തു. അപ്പോൾ നമ്മൾ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് ആണ് എടുക്കുന്നത്. അതായത് R എന്ന് പറയുന്നത് ഗോസിയൻ സർഫസിന്റെ ആണ്. മനസ്സിലായോ? അപ്പോൾ ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ EdS ഈക്വൽ ടു ഇനെ പുറത്തേക്ക് എടുത്തു. ds എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 4πr² എന്ന് പറയില്ലേ? ആ R എന്ന് പറയുന്നത് ഈ റേഡിയസ് ആണ്. ഗോസിയൻ സർഫസ് എല്ലാത്തിലും ഗോസിയൻ സർഫസിന്റെ റേഡിയസ് ആണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ കൊടുത്തു. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ക്ലോസ്ഡ് ഇന്റഗ്രൽ EdS എന്ന് പറയുന്നത് Q/ε0 ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഭാഗത്തും EdS കിട്ടി നമുക്ക്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ രണ്ട് ഇക്വേഷനിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ EdS ഈക്വൽ ടു E ഇൻറ്റു 4πr². ഇപ്പോൾ നമ്മൾ ഗോസസ് തിയറം പ്രകാരം ക്ലോസ്ഡ് ഇന്റഗ്രൽ EdS എന്ന് പറയുന്നത് Q/ε0. രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ന്റെയും 2ന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തുകൂടെ? ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2, E ഇൻറ്റു 4πr² ഈക്വൽ ടു Q/ε0. ഇതിൽ നിന്ന് E കണ്ടുപിടിക്കുക. ഇയുടെ കൂടെ ഉള്ളതെല്ലാം ഡിനോമിനേറ്ററിലേക്ക് വരും. Q/4πr² ഡിനോമിനേറ്ററിലേക്ക് വന്നു. അപ്പോൾ E ഈക്വൽ ടു Q/4πε0 r². അറേഞ്ച് ചെയ്ത് എഴുതി. 1/4πε0 അതിന് പകരം K കൊടുക്കാം. E ഈക്വൽ ടു KQ/r² എന്ന് നമുക്ക് കിട്ടി. E ഈക്വൽ ടു KQ/r².
വെക്ടറിൽ പറയുമ്പോൾ എന്താവും? വെക്ടർ ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ. ഇനി ഇഫ് സിഗ്മ ഈസ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി, സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ബൈ എ ആണ്. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ ആണ്. ക്യൂ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ ആണ്. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ഈ കേസിൽ എടുക്കേണ്ടത്. സ്ഫിയറിന്റെ ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ. ഇനി സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ, അതിൽ ക്യൂവിന് പകരം സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ ബൈ 4 π ε0 ആർ സ്ക്വയർ. 4 π ക്യാൻസൽ. ബാക്കി എന്തായി? ഈ ഈക്വൽ ടു സിഗ്മ ബൈ ε0 ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ആർ സ്മോൾ ലെറ്റർ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ ചെയ്തു നമ്മള്? ഇതിൽ എന്തൊക്കെയാ ചെയ്തത്? ഗോസസ് തിയറം പ്രകാരം ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി ഡി എസ് എന്ന് പറയുന്നത് ക്യൂ ബൈ ε0 ആണ്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ആ ഗോസിയൻ സർഫസ് വെച്ചിട്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസിന് നമ്മളൊരു ഫോർമുല, നമുക്ക് കിട്ടിയത് എന്താണ്? ഫോർമുല അല്ല, കിട്ടിയത് എന്താണ്? ഇ ഡി എസ് എന്ന് പറയുമ്പോൾ ഇ ഇൻറ്റു 4 πr സ്ക്വയർ കൊടുത്തു. ഇ ഇൻറ്റു 4 πr സ്ക്വയർ ആണ് ക്യൂ ബൈ ε0. നമ്മൾ ഇ കണ്ടുപിടിച്ചു. പിന്നെ ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യൂവിന്റെ വാല്യൂ നമുക്ക് അറിയണം. ക്യൂവിന്റെ വാല്യൂ എന്താ? സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ. സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ ക്യൂവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ ബൈ 4 π ε0 ആർ സ്ക്വയർ. 4 π ക്യാൻസൽ. സിഗ്മ ആർ സ്ക്വയർ ബൈ ε0 ആർ സ്ക്വയർ. അതായത് സിഗ്മ ബൈ ε0 ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. നെക്സ്റ്റ്, പോയിന്റ് പി ലൈസ് ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. ഇതാണ് യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ല്. രണ്ടാമത്തെ കണ്ടീഷനാണ് പറയണത്, നമ്മൾ ഈ സ്ഫിയറിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. നേരത്തെ നമ്മൾ സ്ഫിയറിന്റെ പുറത്താണ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ പോയിന്റിലൂടെ ഗോസിയൻ സർഫസ് ഉണ്ടായി. ഇപ്പൊ നമ്മൾ ഈ സ്ഫിയറിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിലൂടെ അപ്പോൾ ഗോസിയൻ സർഫസ് ഉണ്ടായി. അപ്പോൾ ഈ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ, സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ എടുത്തു. അപ്പോൾ എന്താ ഉണ്ടായത്? ഗോസസ് തിയറം പ്രകാരം നമ്മൾ ചെയ്യാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. ഈ കേസിൽ നേരത്തെ പോലെ ഇ ഇൻറ്റു 4 πr സ്ക്വയർ ഈക്വൽ ടു ഇൻസൈഡ് ആണ് ഈ ഗോസിയൻ സർഫസ്. അപ്പോൾ ചാർജ് എന്തായിരിക്കും? 0. ചാർജ് 0. ക്യൂവിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 ബൈ ε0. ഇ ഇൻറ്റു 4 πr സ്ക്വയർ ഈക്വൽ ടു 0 ബൈ ε0. അപ്പൊ എന്തായി? ഇത് മൊത്തം 0 ആയി പോയി. ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ ദസ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ചാർജ് സ്ഫെറിക്കൽ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് 0. ഇപ്പൊ നമ്മൾ പോയിന്റ് ഈ സ്ഫിയറിന്റെ ഉള്ളിലാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ചാർജ് 0 ആയി പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. മനസ്സിലായോ? ഇനി വെൻ പോയിന്റ് പി ലൈസ് ഓൺ ദ സർഫസ് ഓഫ് ദി സ്ഫെറിക്കൽ ഷെൽ, ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ നമ്മൾ ഇതാണ് സ്ഫിയർ. ആ സ്ഫിയറിൽ തന്നെയാണ് നമ്മളൊരു സ്ഫെറിക്കൽ ഷെല്ലുമ്പോൾ തന്നെയാണ് ഒരു പോയിന്റ് പി എന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിലൂടെ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. അതുമ്മ കൂടെ തന്നെ ഗോസിയൻ സർഫസ്, അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിലൂടെ തന്നെ ഇതുമ്മ തന്നെയാണ് ഗോസിയൻ സർഫസ് ഉണ്ടാവുന്നത്. ആ കേസിൽ സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്റർ ആറും സെയിം അല്ലേ? അതേ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഗോസിയൻ സർഫസിന്റെ റേഡിയസ്, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ റേഡിയസ്. ഇത് രണ്ടും സെയിം ആയിരിക്കും. കാരണം എന്താ? ഈ ഒരു സ്ഫിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആ സ്ഫിയറുമ്മ തമ്മിലുള്ള പോയിന്റ് തന്നെയാണ് നമ്മൾ എടുത്തത്. സ്ഫിയറുമ്മ തന്നെയാണ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തത്. അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്ററും സെയിം ആയി. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ ε0 ഇ ഇൻറ്റു 4 πr സ്ക്വയർ. എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ കൊടുത്തേ? സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്റർ ആറും സെയിം ആണ് ഈ കേസിൽ. അല്ലെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ അല്ല കൊടുക്കാറ്. ഇ ഇൻറ്റു 4 πr സ്ക്വയർ ഈക്വൽ ടു ക്യൂ ബൈ ε0. ഇ കണ്ടുപിടിക്കുക. ക്യൂ ബൈ 4 πε0 ആർ സ്ക്വയർ. 1/4 πε0 പകരം എന്ത് കൊടുക്കാം? കെ എന്ന് കൊടുക്കാം. കെ ക്യൂ ബൈ ആർ സ്ക്വയർ. ഇനി ക്യൂവിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യൂ ബൈ 4 πr സ്ക്വയർ. ക്യൂ ബൈ 4 πr സ്ക്വയർ. അപ്പൊ ക്യൂവിന് പകരം എന്താ? സിഗ്മ എന്ന് പറയുന്നതാണ് ക്യൂ ബൈ 4 πr സ്ക്വയർ. ക്യൂവിന് പകരം എന്താ ചെയ്യണ്ടേ? സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ. ക്യൂവിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത്? സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ ബൈ 4 πε0 ആർ സ്ക്വയർ. 4 π ക്യാൻസൽ. അപ്പോൾ എന്താ ബാക്കി വരിക? സിഗ്മ ബൈ ε0. അതുപോലെ ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആയി. അപ്പൊ ആൻസർ എന്താ? ഇ ഈക്വൽ ടു സിഗ്മ ബൈ ε0. സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ബൈ 4 πr സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ 4 πr സ്ക്വയർ. അപ്പോൾ ക്യൂവിന് പകരം സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ ഈക്വൽ ടു ക്യൂവിന് പകരം സിഗ്മ ഇൻറ്റു 4 πr സ്ക്വയർ.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈക്വൾ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. മനസ്സിലായോ ഇത്? സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ. ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ, പോസിറ്റീവ്ലി ചാർജ് ചെയ്തിട്ടുള്ള ലോങ് സ്ട്രെയിറ്റ് വയർ കൺസിഡർ ചെയ്തപ്പോൾ അതിന് ചുറ്റും സിലിണ്ടറിന്റെ ഷേപ്പിൽ ഒരു ഗോസിയൻ സർഫസ് വരും. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? ലാംഡ ആയിരിക്കും. കാരണം എന്താ? അത് ലോങ് സ്ട്രെയിറ്റ് വയർ അല്ലേ? ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റി അല്ലേ ഈ കാണുന്നത്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറയുന്നത് ഓൾറെഡി പഠിച്ചു നമ്മൾ, Q ബൈ L അല്ലേ? അപ്പൊ ഈ കേസിൽ ക്യൂവിന് പകരം എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ലാംഡ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂവിന് പകരം ലാംഡ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യം കൺസിഡർ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് തിൻ സ്ട്രെയിറ്റ് വയർ വിത്ത് യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ നമ്മൾ കൺസിഡർ ചെയ്തു. അതിന് ചുറ്റും എന്ത് ഗോസിയൻ സർഫസ് ഉണ്ടായി സിലിണ്ടറിന്റെ ഷേപ്പില്. സിലിണ്ടറിന്റെ ലെങ്ത് L, റേഡിയസ് എത്രയായി? സ്മോൾ ലെറ്റർ R. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിലിണ്ടറിൽ നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈ രണ്ട് കേർവ്ഡ് സർഫസും ഉണ്ട്, പിന്നെ രണ്ട് എൻഡുകളും ഉണ്ട്. ഈ രണ്ട് എൻഡ്സില് ഇവിടെ ഇങ്ങനെയാണ് ഏരിയ വെക്ടർ പോവാ. ഇങ്ങനെ ഇതിന്റെ ഏരിയ വെക്ടർ ഇങ്ങനെ പോവും, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ. അപ്പൊ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. കോസ് 90 എത്രയാ? 0. അപ്പോൾ ഈ രണ്ട് എൻഡിലെയും ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോവും. ഈ രണ്ട് എൻഡിലെയും ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോവും. കാരണം എന്താ? ഏരിയ വെക്ടറും പിന്നെ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ യൂണിഫോമിൽ ഇങ്ങനെ പോവാണ്. എല്ലായിടത്തും സിമെട്രിക്കൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവാ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയും ഏരിയ വെക്ടർ ഇങ്ങനെയാവുമ്പോൾ എന്താവും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവും, കോസ് 90 എന്ന് പറയുന്നത് 0 ആയി പോവും. അപ്പൊ ഈ രണ്ട് കേസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എൻഡുകൾ. നമുക്ക് രണ്ട് കേർവ്ഡ് സർഫസസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൺസിഡർ എ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഓഫ് റേഡിയസ് R. Since the field is radial, flux through the ends of the cylindrical surface is 0. Flux through the Gaussian surface equal to flux through the curved cylindrical part of the surface. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ഈ രണ്ട് കേർവ്ഡ് സർഫസ്, സിലിണ്ടറിന്റെ ഈ രണ്ട് കേർവ്ഡ് സർഫസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ? ഈ രണ്ട് സർഫസും കൺസിഡർ ചെയ്യേണ്ട. കാരണം എന്താ? കോസ് തീറ്റ ഇവിടെ ഈ രണ്ട് ഭാഗത്തും ഏരിയ വെക്ടറും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയും ഏരിയ വെക്ടർ ഇങ്ങനെയും. അപ്പോൾ രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ 90 ആയിരിക്കും തീറ്റ. കോസ് 90 0. അപ്പോൾ ഇത് രണ്ടും പോവും. ഈ രണ്ട് ഭാഗവും കൺസിഡർ ചെയ്യണ്ട, അത് 0 ആയി പോയി. ഇനി ഇത് രണ്ട് ഭാഗം കൂടി നമുക്ക് ആവശ്യമുള്ളൂ. രണ്ട് കേർവ്ഡ് സർഫസിന്റെ ഫ്ലക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ EDS ഈക്വൽ ടു ഇതിൽ ഈ കേർവ്ഡ് സർഫസ് അല്ല, ഇത് സിലിണ്ടർ അല്ല, സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്താ ഫോർമുല? 2πr അല്ലേ? അപ്പോൾ dsന് പകരം 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 ഫ്രം ഗോസസ് തിയറം ഫൈ നെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. ഇനി ക്യൂവിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലാംഡ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂവിന് പകരം ലാംഡ എൽ ബൈ എപ്സിലോൺ 0 ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2. ഫസ്റ്റ് ഇക്വേഷനിൽ ക്ലോസ്ഡ് ഇന്റർവെൽ EDS എന്ന് പറയുന്നത് എന്താ കിട്ടി നമുക്ക്? E × 2πrl. സെക്കൻഡ് ഇക്വേഷനിൽ ലാംഡ എൽ ബൈ എപ്സിലോൺ 0. ഇക്വേഷൻ നമ്പർ 1 and 2 E × 2πrl ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. E ഈക്വൽ ടു 2πrl ഡിനോമിനേറ്ററിലേക്ക് വരണം. E ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. ഡിനോമിനേറ്ററിൽ എന്ത് വരും? 2πrl വരും. എൽ ക്യാൻസൽ. ബാക്കി എന്താ വരിക? ലാംഡ ബൈ 2πr എപ്സിലോൺ 0. E ഈക്വൽ ടു ലാംഡ ബൈ 2πr എപ്സിലോൺ 0. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ആദ്യം ലോങ് സ്ട്രെയിറ്റ് വയർ യൂണിഫോമിലി പോസിറ്റീവ്ലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ഇനി ഇതിന്റെ ലെങ്ത് ഈ ഒരു ലോങ് സ്ട്രെയിറ്റ് വയറുമേ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും സിലിണ്ടറിന്റെ ഷേപ്പിൽ. ഈ സിലിണ്ടറിന്റെ ലെങ്ത് L, ഇതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R. ഇനി ക്ലോസ്ഡ് ഇന്റഗ്രൽ നമ്മൾ ഈ രണ്ട് എൻഡുകളും കൺസിഡർ ചെയ്യണ്ട. കാരണം എന്താ? അവിടുത്തെ തീറ്റ നമുക്ക് എത്രയായി പോവും? ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള് ഇവിടെ ഏരിയ ഇങ്ങനെ പോവും, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവും. അപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് ഭാഗത്ത് എന്താണ്? തീറ്റ 90 ഡിഗ്രി ആവും. അപ്പോൾ 0 ആയി പോവും. ഈ കേർവ്ഡ് സർഫസ് രണ്ടും മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πrl. E × 2πrl. ഇനി നമ്മൾ എന്താ? ക്യൂവിന് പകരം ഈ കേസിൽ ലീനിയർ ആണ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി
ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ, ക്യൂവിന് പകരം ലാംഡ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടും. ഈ എന്ന് പറയുന്നത് ലാംഡ ബൈ 2 പൈ ആർ എപ്സിലോൺ 0. ഓക്കെ, നന്നായി രണ്ട് ആപ്ലിക്കേഷനും പഠിക്കണം. ഓക്കെ, താങ്ക് യു.